രാവിലെ തന്നെ ഓളൊരു കഷ്ണം ഓറഞ്ച് മുറിച്ച് തന്നപ്പോൾ ഞാൻ വിചാരിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. തിന്നാൻ പോകുമ്പോൾ അന്ന് ഓള് പറഞ്ഞത് തിന്നാൻ വേണ്ടിയിട്ടല്ല, മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ കലകൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും മുഖത്ത് തേക്കാറുണ്ടായിട്ടില്ല. അപ്പോൾ എന്നോട് എപ്പോൾ എന്തെങ്കിലും ക്രീം തേക്കാനെല്ലാം എല്ലാവരും പറഞ്ഞുകൊടുക്കലുണ്ട്. ഞാൻ അതങ്ങനെ കാര്യമായിട്ട് എടുക്കലില്ലേനു. അപ്പോൾ ഓള് പറഞ്ഞ് ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് കുറച്ച് ഗ്ലോ കിട്ടും, എന്നാലേ പുറത്തിറങ്ങുമ്പോൾ രണ്ട് പെമ്പിള്ളേരെല്ലാം നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് സംഭവം തേക്കുന്നത്. ഇതെല്ലാം തേച്ചിട്ട് വന്നാലേ ഇന്ന് കൂട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനത്തെ ഒരു സ്ഥലത്താവലും പോകുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് ലക്ഷ്യമില്ല, എവിടെയെങ്കിലായിട്ട് എത്തും. പിന്നെ സ്റ്റുഡിയോയിൽ ഓഫേഴ്സ് എല്ലാം ഉണ്ട്, അപ്പൊ സ്റ്റുഡിയോയിൽ ഒന്ന് കയറണമെന്നുണ്ട്. പിന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോ സ്റ്റുഡിയോ തുടങ്ങിയവരെ പറയുന്നു സ്റ്റുഡിയോയിൽ പോകണമെന്ന്. ഇന്നേ വരെ സ്റ്റുഡിയോയിൽ നമ്മൾ പോയിട്ടില്ല. അപ്പോ ഇന്നൊന്ന് സ്റ്റുഡിയോയിൽ കയറാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ ചാനല് യൂട്യൂബിൽ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പീപ്പീസ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ബ്രിജേഷ് പ്രേമേന്ദ്രൻ എന്നുള്ള പേജ് ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൊന്ന് കമന്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. ടൗണിലിപ്പം താവക്കര പുതിയ ബസ് സ്റ്റാൻഡും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റുഡിയോ ലക്ഷ്യമാക്കിയിട്ട് പോകുമ്പോഴാണ് സൈഡിൽ ദമ്മറോ കണ്ട്. ദമ്മറോ കണ്ടേരാന്ന് ഒരു ഫർണിച്ചർ നോക്കാനുള്ള ഓർമ്മ വന്നിട്ട് നമ്മൾ നേരെ ദമ്മറോയിലേക്ക് കാർ അടുപ്പിച്ചു. അങ്ങനെ ദമ്മറോയിൽ കയറി. ദമ്മറോയിലിപ്പോൾ ഓണം ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഓണത്തിൻ്റെ ഭാഗമായിട്ട് ദമ്മറോ നല്ല നല്ല ഓഫറുകൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല കളക്ഷൻസും ഉണ്ട് അവിടെ. നമ്മൾ ഫർണിച്ചേഴ്സ് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ആദ്യം ചെന്ന് നോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ദമ്മറോ. അവിടുന്ന് പണ്ട് 2010 ഒരു അൽമാര വാങ്ങിയത് ഇന്നും ഒരു കേടും കൂടാതെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ താവക്കലുള്ള ദമ്മറോ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നല്ല ബ്ലോക്ക് ഉണ്ട് കണ്ണൂർ ടൗണിൽ. ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുവിധം ആൾക്കാരൊക്കെ കണ്ണൂർ നഗരത്തിൽ ഉണ്ട്. ഇതിപ്പോൾ ടൗൺ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മുടെ താവക്കര ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ സർക്കിളാണ്. നമ്മൾ നല്ല തിരക്കിൽ ഇങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഇനിയിപ്പോൾ ഓണത്തിന് ഏകദേശം ഒരു 10-25 ദിവസം അങ്ങനെയല്ലേ ഉള്ളൂ, അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ അടുത്ത ഭാഗത്ത് കാണുന്നത് നമ്മുടെ താവക്കലുള്ള നന്ദിലത്ത് ജി മാർട്ടാണേ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനെത്തി. സുനിത ഫർണിച്ചർ. ഇതും കണ്ണൂരിലെ ഒരു പ്രമുഖ ഫർണിച്ചർ ഗ്രൂപ്പാണ് സുനിത എന്ന് പറയുന്നത്. സുനിത ഫർണിച്ചറും നമ്മളെ താവക്കര ഭാഗത്ത് തന്നെയാണ്. ഇത് അവരുടെ സോഫ സെക്ഷനാണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത്. ഇവിടെയും കുറേ റേഞ്ചിലുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫകൾ മാത്രമൊന്നുമല്ല കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ സോഫയും ഒക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സുനിതേച്ചി. സുനിതേച്ചിയാണ് ഇന്ന് നമുക്ക് സുനിതയിൽ നിന്ന് സാധനങ്ങളൊക്കെ കാണിച്ചു തന്ന സെയിൽസ് പേഴ്സൺ. ആൾ അടിപൊളിയാണ്. ആൾ നല്ല കമ്പനിയായിരുന്നു. ആൾ നല്ല രീതിയിൽ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഫർണിച്ചറൊക്കെ നോക്കിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച സാധനം സുനിതേച്ചിയായിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. അതിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്, നോക്കുന്നു. അങ്ങനെ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് സുനിതേച്ചി ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സുനിതേച്ചി നമ്മളെ വണ്ടീൻ്റെ അവിടം വരെ യാത്രയാക്കിയിട്ടാണ് അകത്തേക്ക് പോയത്. അപ്പോൾ ഇതാണ് കണ്ണൂരിലെ സുനിത ഫർണിച്ചർ. തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്റ്റുഡിയോ. ഇനി അടുത്ത ലക്ഷ്യം സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോ കണ്ണൂരിൽ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും നമ്മൾ ഇതുവരെ കണ്ണൂരിലെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ തിരുവനന്തപുരം പോയപ്പോൾ അവിടെ ലുലു മാളിലുള്ള സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ണൂരിൽ നമ്മൾ ഇതുവരെ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് ഇവൾ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്നതാണ്. അങ്ങനെ ഷർട്ടൊക്കെ ട്രയൽ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് എൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ മെൻസ് സെക്ഷനിൽ നിന്ന് ലേഡീസ് സെക്ഷനിലേക്ക് എത്തി. അങ്ങനെ ലേഡീസ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് എനിക്കും തോന്നിയത് രാവിലെ ഇവൾ ഓറഞ്ച് തേക്കാൻ തന്നത് നന്നായെന്ന്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ആ ലേഡീസ് സെക്ഷനിൽ നിന്നിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഒരുപാട് സുന്ദരിമാർ അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നേ അവിടെ. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ക്യൂ നിന്നിട്ട് ബില്ലൊക്കെ അടിച്ചു. ബില്ലടക്കുന്ന സമയത്ത് അവർ വാട്സപ്പ് നമ്പറിലേക്ക് ബില്ല് വരുന്നതാണേ പറഞ്ഞത്. പക്ഷേ ഈ ഓഡിയോ കൊടുക്കുന്ന സമയത്തായിട്ടും എൻ്റെ നമ്പറിലേക്ക് ബില്ലൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിലെ സ്റ്റുഡിയോ. ആ കയ്യിൽ പിടിച്ചു വരുന്ന ബാഗിനും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബില്ല് കിട്ടാത്തതുകൊണ്ട് അത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചിക്കൻ മന്തിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ടേക്ക് മടങ്ങിയത്.